15ാം കേരള നിയമസഭ ഗില്ലറ്റിൻ ചെയ്യണമെന്ന ചിന്ത സർക്കാരിനും പ്രതിപക്ഷത്തിനുമുണ്ട്. ബജറ്റ് സമ്മേളനം നിശ്ചയിച്ചതിനും നേരത്തെ വെട്ടിച്ചുരുക്കണമെന്ന ആലോചനയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് MLA-മാർക്ക് മണ്ഡലങ്ങളിൽ സജീവമാകണം. അതുതന്നെയാണ് കാരണം. ഫെബ്രുവരി 23-നാണ് ഇനി സഭ സമ്മേളിക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും സഭ വെട്ടിച്ചുരുക്കുന്നതിനുള്ള നിർദ്ദേശം സ്പീക്കറെ അറിയിക്കും. ഒരു സമവായം ഉണ്ടായാൽ ഫെബ്രുവരി 26-ന് സഭ അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. എന്തിനാണ് നിയമസഭ ഗില്ലറ്റിൻ ചെയ്യുന്നത്? ഗില്ലറ്റിൻ എന്ന് പ്രയോഗിക്കുന്നതിൻ്റെ അർത്ഥവും ചരിത്രവും എന്താണ്? ആദ്യം ഗില്ലറ്റിൻ എന്താണെന്ന് പറയാം. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ശിരച്ഛേദം ചെയ്യാനായി ഉപയോഗിച്ച മൂർച്ചയേറിയ വാൾ ഘടിപ്പിച്ച യന്ത്രമാണ് ഗില്ലറ്റിൻ. കാലാന്തരത്തിൽ ജനാധിപത്യ നിയമനിർമ്മാണ സഭകളിലും ഗില്ലറ്റിൻ പ്രയോഗം വന്നു എന്നതാണ് വൈരുദ്ധ്യം. ഗില്ലറ്റിൻ പ്രയോഗം ആദ്യമായി നടപ്പിലാക്കിയത് ബ്രിട്ടീഷ് പാർലമെന്റിലാണെന്ന് ചരിത്രം. ഒരു നിയമനിർമ്മാണ സഭയിലെ ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ടി വരുന്ന അടിയന്തര സാഹചര്യമാണ് ഗില്ലറ്റിൻ. ചർച്ചകൾ കൂടാതെ സുപ്രധാനമായ ധനബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കിയെടുക്കും. ഈ അസാധാരണ നടപടിയാണ് നിയമനിർമ്മാണ സഭയിലെ കടും പ്രയോഗമായ ഗില്ലറ്റിൻ. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഗില്ലറ്റിൻ നടപടി സ്പീക്കർ നടപ്പാക്കുക. നിയമസഭയുടെ മൂർച്ചയേറിയ വിശേഷാധികാരം വിനിയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് ചരിത്രകാലം തൊട്ട് ഈ നടപടിക്ക് ഗില്ലറ്റിൻ എന്ന പേര് നൽകിയത്. കേരള നിയമസഭ തന്നെ 10 വർഷത്തിനിടെ ഗില്ലറ്റിൻ നടപ്പാക്കിയത് ഒന്നും രണ്ടുമല്ല. 2013, 2019, 2020, 2022, 2023-ലും നിയമസഭയിൽ ഗില്ലറ്റിൻ നടപ്പാക്കി. നിലവിലെ സഭാ കലണ്ടർ പ്രകാരം മാർച്ച് 26-നാണ് സഭ അവസാനിപ്പിച്ച് പിരിയുന്നത്. അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയ്ക്കകത്ത് ഉള്ള സമയത്ത് പോർവിളിയേക്കാൾ മണ്ഡലങ്ങളിൽ സജീവമാകുന്നതാണ് നല്ലതെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.